ആക്സിഡന്റ് പെട്ട് കത്തി ചാമ്പലാവുകയും അയാൾ അതിൽപ്പെട്ട് വെന്തുരുകയും ചെയ്തു. സ്പോർട്സ് ഹിസ്റ്ററി കണ്ട ഏറ്റവും വലിയ കമ്പാക്ക് ആയിരുന്നു. നിങ്ങൾക്ക് നിക്കി ലൗഡയെ അറിയാമോ? എ ഫേമസ് ഫോർമുല 1 റേസിംഗ് ചാമ്പ്യൻ. 1976 ജർമ്മൻ ഗ്രാൻഡ് പ്രിക്സിൽ അദ്ദേഹത്തിന്റെ കാർ ക്രാഷ് ആവുകയും അതൊരു വൻ തീപിടുത്തത്തിന് കാരണമാവുകയും ചെയ്തു. നിക്കി ലൗഡ ഏകദേശം 1 മിനിറ്റോളം ആ കാറിൽ കുടുങ്ങി എന്നുള്ളത് മാത്രമല്ല, വളരെ ഡീപ്പായിട്ട് അദ്ദേഹത്തിന് പൊള്ളലേറ്റു. അദ്ദേഹത്തിന്റെ ലങ്സിനൊക്കെ അത് സാരമായിട്ട് ബാധിക്കുകയും ചെയ്തു. ഡോക്ടർമാരൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന് ഇനി ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല എന്ന്. ബട്ട് പിന്നീട് നടന്നത് ചരിത്രമായിരുന്നു. സ്പോർട്സ് ഹിസ്റ്ററി കണ്ട വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കംബാക്ക്. വെറും 40 ദിവസം കൊണ്ട് അദ്ദേഹം റിക്കവേർഡായിട്ട് വീണ്ടും ട്രാക്കിലേക്ക് തിരിച്ചിറങ്ങി. തൻ്റെ തല മൊത്തം ബാൻഡേജ് ഒക്കെ ചുറ്റി ഒരു സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഹെൽമെറ്റ് ഒക്കെ ആയിട്ട് അദ്ദേഹം അതേ വർഷം തന്നെ ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ 6 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും മത്സരിക്കാനിറങ്ങി. അവിടെ അദ്ദേഹം 4ാമതായിട്ടാണ് ഫിനിഷ് ചെയ്തതെങ്കിലും അദ്ദേഹം ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്: ഞാൻ തളർന്നിട്ടില്ല, തകർന്നിട്ടില്ല. പക്ഷെ അവിടെ കൊണ്ട് തീർന്നില്ല. 1977 US ഗ്രാൻഡ് പ്രിക്സ് വിജയിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ കംബാക്ക് പൂർത്തിയാക്കിയത്. നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആൾക്കാരാണ്. ഫിസിക്കലി മെൻ്റലി നമ്മൾ തളർന്നു പോകാറുണ്ട്. തിരിച്ചു വരാതിരിക്കാൻ മാത്രം വാട്ട് ഈസ് അവർ എക്സ്ക്യൂസസ്?